തൂക്കി ചുവന്ന കരങ്ങളോടെ തൂക്കി ചുവന്ന കരങ്ങളോടെ തൂക്കി ചുവന്ന കരങ്ങളോടെ തൂക്കി തൂക്കി. നീ ഇതുവരെ റെഡിയായില്ലേ? അത് ശരി, പോകാൻ റെഡിയാവാതെ നീ ഇവിടുന്ന് ഫോൺ ചെയ്യുകയാണോ? ഹേയ് അല്ലല്ല, ഞാൻ ഇവിടുന്ന് മുടി ചെയ്യുകയാണ്. എടി ചേച്ചി, നമുക്ക് പോകണ്ടേ? എത്ര സമയമായി നീ ഈ റൂമിൽ കയറി വാതിലടച്ചിട്ട്? ഞാൻ റെഡിയാവുകയല്ലേ മുത്തേ. ഹോ, എന്താ അവളുടെ ഒരു സോപ്പിടൽ. മമ്മി എങ്ങനെ പറഞ്ഞ ഇപ്പൊ എല്ലാം കുളമാകും. അയ്യോ മമ്മിയോ? മമ്മി എവിടെ? മമ്മി ഇവിടെ ഉണ്ടെന്നല്ല പറഞ്ഞത്. മമ്മി കുടുംബശ്രീക്ക് പോയിരിക്കുകയാണ്. തിരിച്ചു വരുമ്പോഴത്തേക്കും നമുക്ക് പോകേണ്ടതാണ്. ഹോ, ഇങ്ങനെയും ഒരു പൊട്ടിക്കാളി. നിന്നേക്കാൾ മൂത്തത് ഞാൻ ആവേണ്ടതായിരുന്നു. നിന്റെ ഈ ചാട്ടമൊക്കെ എന്തിനാണെന്ന് എനിക്കറിയാം. നിനക്ക് ഐസ്ക്രീം കിട്ടേണ്ടിട്ടല്ലേ. ഞാനൊന്ന് ഒരുങ്ങട്ടെ, എന്നിട്ട് പോകാം. നീ എത്ര ഒഴിഞ്ഞാലും നിന്റെ തിരുമോൻ ഇത് തന്നെയല്ലേ. ഇനി എന്തോന്ന് ഒരുങ്ങാനാ? ഒന്ന് വേഗം വാ. അല്ലെങ്കിൽ നിന്റെ ഈ മോന്ത കണ്ടിട്ട് തന്നെയല്ലേ ആ റാം നിന്നെ സ്നേഹിച്ചത്. ഡിഡി ഡിഡി ഡിഡി, വെറുതെ വഴക്കിടാൻ വരണ്ട കേട്ടോ. പിന്നെ ഞാൻ ഈ പോക്കേ ക്യാൻസൽ ആക്കും. ആഹാ, അത്രക്ക് ധൈര്യമോ? എന്നാ നീ ഒന്ന് ക്യാൻസൽ ആക്കി നോക്ക്. ക്യാൻസൽ ആക്കിയാലെന്താ? നീ എന്ത് ചെയ്യും? ഹേയ്, ഞാനൊന്നും ചെയ്യില്ല. ചെയ്യേണ്ടതൊക്കെ മമ്മി ചെയ്തോളും. ഞാനേ നിങ്ങളുടെ കാര്യം മുഴുവൻ മമ്മിയോടങ്ങ് പറഞ്ഞു കൊടുക്കും. അത്രയേ ഉള്ളൂ. എന്താ പറയണോ? എൻ്റെ പൊന്നോ, വേണ്ടായേ. നിനക്കെന്താ ഇപ്പം വേണ്ടത്? പോകണം, അത്രയല്ലേ ഉള്ളൂ. ഞാൻ റെഡിയായതാണ്, നമുക്ക് പോകാം. ഹാ, അങ്ങനെ വൈക്കുവാ. ഡി പിങ്കി മോളെ, നീ ഇതൊന്ന് നോക്കിയേ. എൻ്റെ ഈ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് എങ്ങനെയുണ്ടെന്ന്. ഈ ഷെയ്ഡ് നിനക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടെന്താ? നീ എനിക്കൊരു പ്രാവശ്യം പോലെ ഇടാൻ തരില്ലല്ലോ. പിന്നെ ഞാൻ പൈസയും കൊടുത്ത് വാങ്ങിച്ചതേ നിനക്കിടാനാണല്ലോ. അത് മാത്രമല്ല, ചെറിയ കുട്ടികളൊന്നും ലിപ്സ്റ്റിക് ഇടാൻ പാടില്ല. അതൊക്കെ ചുണ്ടിന് ഭയങ്കര മോശാ. ഹാ, എനിക്കെന്തായാലും നിന്റെ ലിപ്സ്റ്റിക് ഒന്നും വേണ്ട. നീ ഒന്ന് വേഗം വാ. ശരി, വരാം. പക്ഷെ ഒരു കാര്യമുണ്ട്. ഇനി എന്താ പ്രശ്നം? ഒന്ന് വേഗം വന്നൂടെ? നമുക്ക് വേഗം പോകാം. പ്രശ്നം എന്തെന്ന് വെച്ചാൽ, നീ റാമിന്റെ മുന്നിൽ വെച്ച് എന്നെ ഒന്നും ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കാൻ പാടില്ല. അതുമാത്രമല്ല, ഇവിടുത്തെ കാര്യങ്ങളൊന്നും അവിടെ പറയാനും പാടില്ല. എന്ത് ചോദിച്ചാലും ഞാൻ നല്ലതാണെന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ. നല്ലതാണെന്നോ? ഞാൻ സത്യം മാത്രമേ പറയൂ. അതുമാത്രമല്ല, നിന്റെ പറച്ചൽ കേട്ടാത്തൊന്നും നമ്മളേതോ കോടതിയിലാ പോണെന്ന്. എന്തോ ഒരു കുറ്റം തെളിയിക്കാൻ പോകുന്നത് പോലെയുണ്ട് നമ്മുടെ ഈ പോക്ക്. നമ്മൾ ഐസ്ക്രീം കഴിക്കാൻ തന്നെയല്ലേ പോകുന്നത്. നിന്റെ 32 പല്ലും കാട്ടി ഇളിക്കണ്ട. ഞാൻ പറഞ്ഞത് നീ അങ്ങോട്ട് കേട്ടാ മതി. ഞാൻ നല്ല കുട്ടിയാണെന്നും ഇവിടുത്തെ പണികളൊക്കെ ചെയ്യുന്ന ഞാനാണെന്നും ഞാൻ നന്നായിട്ട് പഠിക്കുമെന്നും ഒക്കെ നീ പറയണം. അമ്പട പുളിസോ, ഇങ്ങനെയൊന്നും നുണ പറയാനേ എന്നെ കിട്ടില്ല. നീ എന്ത് പണിയാ ഇവിടുന്ന് ചെയ്യാറ്? അതുമാത്രമല്ല, നീ എപ്പോഴാ പഠിക്കാറ്? പഠിക്കാത്തതിന്റെ പേരിൽ നീയും മമ്മിയും എപ്പോഴും ഇവിടെ അടിയല്ലേ. അതുകൊണ്ട് അതൊന്നും ഞാൻ പറയില്ല. ഞാൻ സത്യം മാത്രമേ പറയൂ. നീ എങ്ങാൻ വല്ലതും അവിടെ ചെന്ന് എഴുന്നള്ളിച്ചാൽ പിന്നെ അറിയാമല്ലോ നിനക്കെന്റെ സ്വഭാവം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, അവൻ എന്തെങ്കിലും ചോദിച്ചാൽ മാത്രം നീ മറുപടി പറഞ്ഞാൽ മതി. ഒന്നും അങ്ങോട്ട് കാര്യം പറയാൻ നിൽക്കണ്ട. മനസ്സിലായോ? ഹാ, അത് വേണമെങ്കിൽ നോക്കാം. ഹാ, എങ്കിൽ അങ്ങോട്ട് നടക്ക്. വേഗം പോകാം. നമ്മളെങ്ങനെയാ പോകുന്നത്? ഓട്ടോറിക്ഷയിലാണോ? അയ്യേ, ഓട്ടോറിക്ഷയിലോ? ഓട്ടോറിക്ഷയിലൊന്നും ഞാൻ റാമിനെ കാണാൻ വരില്ല. പിന്നെ അല്ല, അംബാനിയുടെ മോളാണെന്നാ വിചാരം. പിന്നെ നീ എങ്ങനെയാ പോകുന്നത്? പ്ലെയിനിലാണോ? അല്ല, നമുക്ക് പപ്പയുടെ സ്കൂട്ടി എടുത്ത് പോകാം. അതിനൊക്കെ മമ്മി സമ്മതിക്കുമോ? മമ്മി വരുന്നതിന് മുന്നേ വേഗം സ്ഥലം വിടാം. എങ്കിൽ വാ. ഹായ് സ്കൂട്ടി. ഹോ, നിന്റെ വർത്താനം കേട്ടാത്തൊന്നും ആദ്യമായിട്ടാ സ്കൂട്ടി കാണുന്നതെന്ന്. അതല്ല, ഇന്ന് എനിക്ക് മുഴുവൻ സന്തോഷമുള്ള ദിവസമാണ്. സ്കൂട്ടിയിലെ യാത്ര, ഐസ്ക്രീം കഴിക്കൽ. ഹോ, ഞാൻ ഇന്ന് പൊളിക്കും. സമയം കളയാതെ വേഗം വാ എന്നാൽ. ഹോ, എത്ര ദിവസമായി ഈ സ്കൂട്ടിയിൽ കയറിയിട്ടൊന്ന് സവാരി ചെയ്തിട്ട്. നിക്കടി അവിടെ.